സി നമുക്ക് കിട്ടിയത് 21 ഫെബ്രുവരി ഇത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് അൻസിബ രാജിവെച്ചത്. അതാണ്. പക്ഷെ ആ മെയില് ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ 22 ജനറൽ സെക്രട്ടറി എന്താ പറയുക ജനറൽ ബോഡി വരെ മാറി മറ്റേ റെസിഗ്നേഷൻ കൊടുക്കരുത് മറ്റേ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് മാറ്റിവെച്ചത്. പിന്നെ മെയ് 12 നമ്മുടെ EC മീറ്റിംഗിലാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു രാജിക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവരും മുമ്പിൽ. അപ്പോൾ അവർ പറഞ്ഞു പേഴ്സണലും പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അവരൊരു EC മെമ്പറാണ്. അവർക്ക് അറിയാം ദാറ്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അമ്മയിൽ പറയാം. അല്ല ജനറൽ ബോഡി, നമ്മുടെ ഏറ്റവും വലിയ കോടതി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ഒരു വെൽഫെയർ നടത്തുന്ന സമയത്ത്, ഐ ക്യാമ്പ് നടത്തുന്ന സമയത്ത് സൈമിൾട്ടേനിയസ്ലി നമ്മളിവിടെ നമ്മുടെ മെമ്പേഴ്സ് വന്നപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് ദാറ്റ് ഇങ്ങനത്തെ ഒരു അൻസിബ പോയത്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ജാനുവരിയിൽ ഞാൻ ഇപ്പോൾ അവർ അൻസിബേൻ്റെ എല്ലാം മെയിൽസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിൻ്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിൻ്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്. ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി അല്ല. മെയ് 12 അവർ ആ കുട്ടി വന്നിട്ടില്ല. മെയ് 2 ആ കുട്ടി വന്നത്. മാർച്ച് 2 ലാസ്റ്റ് EC മീറ്റിംഗ് മാർച്ച് 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. സി നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിംഗിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും മുകളിൽ കംപ്ലൈന്റ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ, അതായത് ഇത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലൈന്റ് പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിന്റെ കൂടെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. രണ്ടുപേരും EC മെമ്പർമാരാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ പരിഹരിക്കാം. കാരണം അവർക്ക് അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത് നിങ്ങൾ വഴി. ഇല്ല, 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. ദാറ്റ് 1:30 മണിക്കാണ് ഈ കംപ്ലൈന്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലില് അമ്മയുടെ. അത് നമ്മളിപ്പോ നിങ്ങളെല്ലാരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്. 2 മണിക്ക് ഷാർപ്പ്. യെസ്, അത് 2 മണിക്ക്. അതിനുശേഷമാണ് ഈ മെയിൽ വരുന്നത്. യെസ്,
2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു ഒരു പരാതി വന്നു. ഇനി ഒരു 2 മണിക്ക്. ഇനി ഒരു ഫർദർ നടപടി ഇങ്ങനെയാണോ? അമ്മ എന്താണ് അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വെരി സാഡ് തിങ് ഈസ് ഈ ഇസിയിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബൈലോന്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേന്റെ ഓരോ കാര്യങ്ങളും അമ്മേന്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് ഈ രാജ്യം ഒഫീഷ്യലായിട്ട് ഒരു കാര്യം അറിയിച്ചാണ് അൻസിബ രാജിവെച്ചത്, വ്യക്തിപരമായ കാരണങ്ങളും മറ്റു തിരക്കുകളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല, എന്താണ് അമ്മ സംശയിക്കുന്നത്? അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23. അപ്പോ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് ഇസി മെമ്പർ ആണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളും ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേന്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ ഇനിയും ചർച്ചകൾ ബാക്കിയുണ്ട്. ഈ അൻസിബ പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് ഈ പല കാര്യങ്ങളും ഈ സിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ ഭയങ്കര അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാള് കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ ഇന്ന് ഐ ക്യാമ്പിലായിരുന്നു. അതിന്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഇതിപ്പോ ഞാനിപ്പോ എന്താ പറയാ, ഐ ക്യാമ്പ് കഴിഞ്ഞപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയോട് ചേർത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മെയിലും വന്നിരിക്കുന്നത്? യെസ്. അപ്പൊ അതിൽ ലക്ഷ്മി പ്രിയന്റെ കാര്യമുണ്ട്, ടിനി ടോമിന്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കുമോ ആ ഒരു പരാതി? ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിന്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം, ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. അപ്പോ ഹൗക്കം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, അത് ആ കുട്ടി ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷെ അതൊരു കംപ്ലൈന്റ് ആയിട്ടൊന്നല്ല പറഞ്ഞത്. ആ കുട്ടിന്റെ അഭിപ്രായം പറഞ്ഞു. ഏത്? കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റി, അതുകൊണ്ടല്ലേ നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ ഒരു അമ്പലമായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി ജനറൽ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷേപം നേരത്തെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ടിനി ടോം വ്യക്തിനോട് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബൈലോ പ്രകാരം നമ്മളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരിതാണ് ദാറ്റ് പ്രസിഡന്റ് ഒരു നോക്കുത്തിയാണ്, സ്റ്റാമ്പാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രസിഡന്റ് തന്നെയാണ് ദ ഹെഡ് ഓഫ് ദ ഹോൾ തിങ്. ജനറൽ സെക്രട്ടറി പണ്ട് ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ 25 വർഷം ഈ സ്ഥാപനം അല്ലാതെ അമ്മ അസോസിയേഷൻ നയിച്ചത്, അതും ബ്യൂട്ടിഫുള്ളി ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ സാക്രിഫൈസ് നമ്മൾ ഇത്രയും ഒരു എന്താ പറയാ, ഒരു തമാശ രൂപേണ എല്ലാവരും വിചാരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്, എല്ലാം അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദാറ്റ് ഇന്നസെന്റ് അങ്കിളും മോഹൻലാലും പോലെ പ്രസിഡന്റ് ഇരുന്നപ്പോൾ അവര് ജസ്റ്റ് ഒരു സ്റ്റാമ്പായിരുന്നു?
അതേ ബൈലോയിൽ തന്നെയല്ലേ ഞാനും വരുന്നത്, അല്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരവാഹിത്വം വരുന്നത്. ഈ ഒരു പുതിയ വരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടും വിവാദങ്ങൾ തുടരാനുള്ള സംഘടന ജെൻഡറായിട്ട് നമുക്ക് സംസാരിക്കണ്ട. പിന്നെ ഇത് ഇപ്പോഴല്ലേ മീഡിയന്റെ ഇത്ര അറ്റൻഷൻ വന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു കുറവൊന്നുമില്ല, യുദ്ധത്തിനൊരു കുറവുമില്ല. വാക്കാല മാത്രമേ ഉള്ളൂ. ഗുരുതര ആരോപണമാണ് ഏതുമാ സെയിം ടൈം വന്നൊരു ഗുരുതര ആരോപണമാണ്. അതായത് അദ്ദേഹം മതപരമായിട്ട് അൻസബയെ കളിയാക്കി, ലൈക്ക് ഒരു ജിഹാദി എന്ന രീതിയിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ബാക്കി എല്ലാവരും മണ്ടന്മാരായിരിക്കുന്നത് ഈ മീറ്റിംഗില്? പിന്നെ അതാണ് ഗുഡ്, താങ്ക് യു, അറ്റ്ലീസ്റ്റ് യു നോ. അല്ല, ഇതിനകത്ത് ഈ അൻസിബ ഈ അമ്മ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ തന്നെ ഉന്നയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പിന്നിട്ടം അടക്കം മാധ്യമങ്ങൾ പ്രതികരിച്ചത്. അപ്പോൾ ഈ പൊതുമധ്യത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുവന്ന് ഇപ്പൊ എന്തായിരിക്കും അമ്മയുടെ നടപടിയും കാര്യങ്ങളും ഉണ്ടാവുക? അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കാൻ പോകുന്നത്. അൻസിബയ്ക്ക് നടപടി ഉണ്ടാകുമോ എന്നുള്ള എന്തിനാ എതിര് അൻസിബേനെ നമ്മൾ കേൾക്കും ഓട്ടോമാറ്റിക്കലി. ദാറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മൾ മെമ്പർ അല്ലേ, വി വിൽ റെസ്പെക്ട് ഹർ, വി വിൽ ലിസൺ ടു ഹർ. ഇന്ന് ചേർന്ന കമ്മിറ്റിയിൽ ഈ പരാതി ഒരു കമ്മിറ്റിയും ചേർന്നിട്ടില്ല. നമ്മളിതാ ഒരു ക്യാമ്പ് കഴിഞ്ഞു, നാളെ അടുത്ത സെക്കൻഡ് ഡേ ക്യാമ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ വന്ന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. സോ അതിന് നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസിൽ ഡൈല്യൂട്ടായി പോയി, അത് സങ്കടം, ആ ഒരു സങ്കടമേ ഉള്ളൂ, അതൊന്നുമില്ല. ബിക്കോസ് നമ്മളുടെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി, അവരുടെ സ്പൗസസിന് വേണ്ടിയിട്ട് ഇസാറ പ്രീമിയം ആയി കെയർ ഹോസ്പിറ്റൽ ഇത്രയും നല്ലൊരു മഹത്തായ കാര്യം നമ്മുടെ കൂടെ അമ്മ അസോസിയേഷന്റെ കൂടെ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു ഇതിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതൊരു ഒരു പ്ലാൻഡ് മൂവാണ്. സാധാരണ ഒരു പരാതി വന്നാൽ ഇപ്പൊ എന്തെങ്കിലും നടപടി, ഒരു സമിതി രൂപീകരിച്ച് അന്വേഷിക്കുക അങ്ങനെ? അല്ല, ഇനി നമ്മൾ വിചാരിച്ചു EC തന്നെയാണ് എല്ലാം, ECന്റെ മുമ്പിൽ തന്നെ എല്ലാം വരട്ടെ. ഇനിയിപ്പോൾ അടിയന്തരമായ ഏതെങ്കിലും യോഗം ചേരുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഇത് ഐ കെയർ ഹോസ്പിറ്റൽ ഇതാണ്, പിന്നെ അടുത്ത നമ്മുടെ ജനറൽ ബോഡിയാണ്. അതൊക്കെ ഇപ്പൊ നമ്മൾ നല്ല ഈ വിഷയം ഇല്ല ജനറൽ ബോഡിയിൽ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. ഈ വിഷയം ഇതൊക്കെ അമ്മ ECയിൽ വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടോ? കാരണം അത്ര അടുപ്പമുള്ള ആൾ കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും അത്ര പരാതി. അൻസിബയോ നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഇതൊരു പ്ലാന്റ് മൂവാന്നാണ്. യെസ്, 100%. ഈ ഒരു ജനറൽ ബോഡി തകർക്കാനുള്ള ഒരു മൂവാണെന്ന് തോന്നുന്നു. ഇല്ല പുറത്തുനിന്നുള്ള കളികളോ ആരെങ്കിലും. അപ്പൊ നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ, സ്ത്രീ വിഷയങ്ങളടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേക്ക് വരുന്നത്. താങ്കൾ അധികാരത്തിലെത്തിയപ്പോൾ നവോത്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ, സ്ത്രീ വിഷയങ്ങളടക്കം പരിഗണനയൊക്കെയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, അതിനെ പഴയ രീതിയിൽ തന്നെ പരിഹരിക്കാൻ അല്ലെങ്കിൽ നേരിടുമെന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ഇതിൽ സ്ത്രീയോ പുരുഷനല്ല, നമ്മൾ നടന്മാരാണ്. നമ്മുടെ അമ്മ അസോസിയേഷനിൽ നമ്മൾ ഏതാളുടെയും, സ്ത്രീ ആണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും പ്രശ്നം തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. നോ ജെൻഡർ ഇൻ ദിസ്. ആർട്ടിസ്റ്റിന് ഒരു ജെൻഡേഴ്സ് ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു.